ബാബേൽ പ്രവാസം. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കഥയിൽ യഹൂദയിൽ യോശിയാവിൻ്റെ ശേഷം വന്ന രാജാക്കന്മാർ ആരായിരുന്നെന്നും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. യോശിയാവിൻ്റെ മരണശേഷം അവൻ്റെ മകനായ യഹോവഹാസ് രാജാവായി. വെറും 3 മാസം മാത്രമാണ് അവൻ യെരുശലേമിൽ രാജാവായി ഇരുന്നത്. അതിനുള്ളിൽ ഈജിപ്ത് രാജാവായ നെഖോ അവനെ ബന്ദിയാക്കി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവന്റെ സഹോദരനായ ഏലിയാക്കീമിനെ അവന് പകരം രാജാവാക്കുകയും ചെയ്തു. നെഖോ അവന്റെ പേര് മാറ്റി യഹോയാക്കീം എന്നാക്കി. നെഖോ ബന്ദിയാക്കി കൊണ്ടുപോയ യഹോവഹാസ് ഈജിപ്തിൽ വെച്ച് തന്നെ മരിച്ചു. യഹോയാക്കീം വാഴ്ച തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും ഒരു വലിയ ശക്തിയായി വളർന്നു തുടങ്ങിയ ബാബേൽ രാജാവ് യഹോയാക്കീമിനെ ഞെരുക്കി തുടങ്ങി. അതുമാത്രവുമല്ല, ബാബേൽ രാജാവ് ഈജിപ്ത് തോട് മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള ഭാഗങ്ങൾ പിടിച്ചെടുത്തിരുന്നതിനാൽ നെഖോ പിന്നെ തൻ്റെ ദേശം വിട്ട് പുറത്തിറങ്ങിയതുമില്ല. 11 വർഷം യഹോയാക്കീം യെരുശലേമിൽ വാണു. എങ്കിലും അവനും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് തന്നെ ചെയ്തു. പിന്നെ അവനും മരിച്ചു. പിന്നെ അവന്റെ മകനായ യഹോയാക്കീൻ രാജാവായി. 18-ാം വയസ്സിൽ രാജാവായ അവൻ അപ്പന്റെ വഴിയിലൂടെ തന്നെ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. അവന്റെ വാഴ്ചയുടെ 3-ാം മാസത്തിൽ തന്നെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ ഭൃത്യന്മാർ യെരുശലേമിന് നേരെ വന്ന് അതിനെ നിരോധിച്ചു. പിന്നെ ബാബേൽ രാജാവ് യഹോയാക്കീനിനെ ബന്ദിയാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവനോട് കൂടെ രാജമാതാവിനെയും രാജഭാര്യമാരെയും അവന്റെ ഷണ്ണന്മാരെയും ദേശത്തിലെ പ്രധാനികളെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അങ്ങനെ യഹൂദയിലെ സകല ബലവാന്മാരും ആശാരിമാരും കൊല്ലന്മാരും യുദ്ധപ്രാപ്തന്മാരായ വീരന്മാരും അടക്കം അനേക ആയിരങ്ങളെ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയി. നെബൂഖദ്നേസർ യഹോവയുടെ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും രാജധാനിയിലെ നിക്ഷേപങ്ങളും എടുത്തു. ആലയത്തിലെ പൊൻപാത്രങ്ങളിൽ പലതും അവൻ ഖണ്ഡിച്ചു കളഞ്ഞു. പിന്നെ അവൻ യഹോയാക്കീനിനു പകരം അവന്റെ ചിറ്റപ്പനായ യോശിയാവിന്റെ മറ്റൊരു മകനായ സിദക്കിയാവിനെ രാജാവാക്കി. അവനും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് തന്നെ ചെയ്തു. സിദക്കിയാവിന്റെ പിതാവായ യോശിയാവിന്റെ കാലം മുതൽ യഹൂദയിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് യിരെമ്യാവ്. യഹൂദയുടെ പ്രവാസം ദൈവനിശ്ചയമാണെന്നും അത് ഒഴിഞ്ഞു പോവുകയില്ലെന്നും അതിനാൽ തങ്ങൾ ജീവനോടിരിക്കേണ്ടതിന് നെബൂഖദ്നേസറിനോട് എതിർക്കാതെ പ്രവാസത്തിലേക്ക് പോകാനും യിരെമ്യാവ് ദൈവകൽപ്പന പ്രകാരം പ്രവചിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവം അയക്കാത്ത മറ്റു പല പ്രവാചകന്മാരും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ലെന്നും താൻ തിരഞ്ഞെടുത്ത നഗരത്തെയും തൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് അരുളി ചെയ്ത ആലയത്തെയും ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നും അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നും അവർ പ്രവചിച്ചു. സിദക്കിയ രാജാവും ജനത്തിൽ പലരും അത് വിശ്വസിച്ച് അവിടെ തന്നെ തുടർന്ന് നെബൂഖദ്നേസർ സിദക്കിയാവിന്റെ വാഴ്ചയുടെ 9-ാം ആണ്ടിൽ തന്റെ സർവ്വ സൈന്യവുമായി യെരുശലേമിന് നേരെ വന്നു. അവൻ യെരുശലേമിനെ നിരോധിച്ചു. ഏകദേശം 1.5 വർഷത്തോളം നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. നഗരത്തിൽ ക്ഷാമം കലശലായി. ദേശത്തിലെ ജനത്തിന് ആഹാരം ഇല്ലാതെയായി തുടങ്ങി. അതിനെ തുടർന്ന് അവർ നഗരമതിൽ പൊളിച്ച് അതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കൽദയരുടെ സൈന്യം സിദക്കിയാവിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് പിടിച്ചു. അവർ അവരെ ബാബേൽ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു. അവർ സിദക്കിയാവിന്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നു. സിദക്കിയാവിന്റെ കണ്ണു പൊട്ടിച്ച് അവനെ ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
പിന്നെ നെബൂഖദ്നേസറിന്റെ ആളുകൾ ആലയത്തെയും രാജധാനിയെയും തീ വെച്ച് ചുട്ടുകളഞ്ഞു. ദേശത്തിലെ പ്രധാന ഭവനങ്ങളെല്ലാം അവർ തീയിട്ടു. അവർ യെരൂശലേമിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു. അവർ ആലയത്തിലെ പീഠങ്ങളും താമ്രത്തൊട്ടിയുമൊക്കെ ഉടച്ചു കളഞ്ഞ് പാത്രങ്ങളും ഉപകരണങ്ങളുമൊക്കെ എടുത്തുകൊണ്ടുപോയി. അവർ നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും ഒക്കെ ബാബേലിലേക്ക് കൊണ്ടുപോയി. ദേശത്തിലെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായിട്ടും വിട്ടേച്ചുപോയി. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോവേണ്ടി വന്നു. സ്വന്തം ദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നെങ്കിലും ദൈവം തൻ്റെ ജനത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല. പ്രവാസത്തിലും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അവരോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇതോടുകൂടി രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലെയും ദിനവൃത്താന്ത പുസ്തകത്തിലെയും രാജാക്കന്മാരുടെ ചരിത്രം അവസാനിക്കുകയാണ്. അടുത്ത കഥയിൽ ഇവർ ചെന്നു ചേർന്ന ദേശത്തിലെ വിശേഷങ്ങളും അവിടെ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നും നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.